ഹായ് ഫ്രണ്ട്സ്, വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിതൊരു ചോറിനൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വലിപ്പമുള്ള 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഉപ്പിടാതെ പുഴുങ്ങിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതായത് ഈ വലിപ്പമുള്ള 2 ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ പുഴുങ്ങിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇത് പുതിനയില എടുത്തിട്ടുണ്ട്, ഒരു 4 പുതിനയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ്. ഒരു പിടിയോളം വരുന്ന മല്ലിയില എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചുവന്ന മുളക് ചതച്ചെടുത്തതാണ്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം നമ്മൾ പൊടിച്ചെടുത്തതാണ്. ഇത് ഞാൻ വറുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 പിഞ്ച് ഗരം മസാലയാണ്, അതുകൂടെ ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതാ ഞാനൊരു 1 ടീസ്പൂണോളം വരുന്ന മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് പകുതി ചേർത്തതിന് ശേഷം വീണ്ടും കുഴച്ച് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറുത്ത എള്ളാണ്. അത് 1 ടീസ്പൂണോളം വരുന്ന കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാനായിട്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 1/2 കപ്പ് പൊടി എടുത്തിട്ട് 1/4 കപ്പ് 1 ടേബിൾ സ്പൂണോളം അധികം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും പൊടി ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ പ്ലസ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്തുന്നു. അത്രയും പൊടിയുടെ ആവശ്യമേ നമ്മൾ ആ വലിയ 2 ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കറക്റ്റ് ഒരു അളവ് കിട്ടാനാണ് ഞാൻ ഈ സ്കൂപ്പ് ചെയ്യുന്ന ഇതെടുത്തത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നോക്കാം, മുഴുവനും ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നമുക്ക് കുറച്ചധികം നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഇട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചോറിന് ഒരു സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു തവയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒരുപാട് ഓയിലല്ല, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ കൊണ്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിനൊരു സൈഡ് ഡിഷായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഇത് ചായക്ക് ഉപയോഗിക്കാം, ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന നമ്മുടെ ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.